الحمد لله رب العالمين والصلاة والسلام على رسول الكريم سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഔപചാരികമായ പരിപാടിക്ക് മുൻപ് ഈ മജ്ലിസിൻ്റെ വേദിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തവരുമായ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായ കുറേ പേര് ഇഹലോകത്ത് നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നു. അവരെ അനുസ്മരിക്കാതെ, അവരെക്കുറിച്ച് ഓർക്കാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു മജ്ലിസിൻ്റെ ആരംഭം എന്ന് പറയുന്നത് അനൗചിത്യമാണ് എന്നത് എന്നെക്കാൾ ഏറെ നന്നായി അറിയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് പരസ്പരമുള്ള സംസാരങ്ങളൊക്കെ നിർത്തി ഇത് കേവലം ഒരു കെട്ടിക്കാഴ്ചയാക്കി മാറ്റാതെ മജ്ലിസ് എന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായി വരേണ്ട ഒരു വികാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ സ്മരണ പുതുക്കൽ, അനുശോചനം തുടങ്ങി എല്ലാ പരിപാടികളിലും നിങ്ങളുടെ മനസ്സിൻ്റെ സാന്നിധ്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മരണപ്പെട്ടു പോയവരുടെ ഓരോരുത്തരുടെയും വിശേഷണങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നതിനാൽ ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. പക്ഷേ ഒരു ഓർമ്മ പുതുക്കലിന് ഞാൻ എല്ലാവരുടെയും പേരുകളൊന്ന് പറയാം. ഓരോ പേരിൻ്റെ ഒപ്പവും നിങ്ങളുടെ ദുആ ഉണ്ടാവണം. ഞാനൊരു പേര് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു പരലോക ജീവിതം ധന്യമാക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മജ്ലിസ് വേദികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട KM എന്ന 2 അക്ഷരം കൊണ്ട് അറിയപ്പെട്ടിരുന്ന KM മുഹമ്മദ് ഹാജി മേലയിൽ, രണ്ട് KP മുഹമ്മദ് സാഹിബിൻ്റെ മകൻ ഒലവക്കോട് താമസമാക്കിയിരുന്ന മൊയ്തുട്ടി, 3 ഒരിക്കലെങ്കിലും മജ്ലിസ് എനിക്ക് സ്വന്തമായി നടത്തണമെന്ന് കഴിഞ്ഞ മജ്ലിസിൻ്റെ വേദിയിൽ വികാരം പ്രകടിപ്പിച്ച നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട, മാത്രമല്ല മരിക്കുന്നത് വരെയും നമ്മുടെ കല്ലടി മസ്ജിദിൻ്റെ കൈകാര്യകർത്തൃത്വം ഭംഗിയായി നടത്തിയ ഉണ്ണിക്കമ്മു എന്ന നമ്മുടെ ഉണ്ണി, കൊറോണക്കാലത്ത് മരണപ്പെട്ടു പോയത് കാരണം ഒരുപാട് ആളുകൾക്ക് ജനാസയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ കുഞ്ഞുണ്ണി സാഹിബിൻ്റെ മകൻ കമ്മുക്കുട്ടി, ചെറിയ കുഞ്ഞാമ്മദ് സാഹിബിൻ്റെ വലിയ മകൾ, മൂത്ത മകൾ VK ഫാത്തിമക്കുട്ടി, അബ്ദു സാഹിബിൻ്റെ മകൾ സുഹറ, കുഞ്ഞുണ്ണി സാഹിബിൻ്റെ മകളും എൻ്റെ എളാപ്പയുടെ ഭാര്യയുമായ VK ഖദീജ, എൻ്റെ നേരെ എളാപ്പയും വലിയ കുഞ്ഞാമ്മദ് സാഹിബിൻ്റെ ചെറിയ പുത്രനുമായ കല്ലടി അബ്ദുൽ ഹമീദ് ഇടക്കാലത്ത് മക്കരപറമ്പിലേക്ക് താമസം മാറ്റിയതായിരുന്നു. കമ്മാപ്പ സാഹിബിൻ്റെ മകൾ സുഹറ, ഷെരീഫ് താക്കാന്റെ ജ്യേഷ്ഠത്തി, അങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മൊയ്തുട്ടി സാഹിബിൻ്റെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ ആളാണ് മൊയ്തുട്ടി സാഹിബ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 42ാമത്തെ വയസ്സിൽ മൂത്താപ്പ മരിച്ചു പോയിട്ടുണ്ട്. VK മൊയ്തുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന നോട്ടമലയിൽ താമസമാക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ സക്കീന VK ഈ അടുത്ത നാളുകളിലാണ് മരണപ്പെട്ടു പോയത്. അബ്ദുസാഹിബിന്റെ തന്നെ മകൾ
ഷക്കീല. ഉമ്മ സുഹറ. ബേബി ഇവിടെ ഉണ്ടല്ലോ. ബേബിയുടെ ഭർത്താവ് അലവി. വളരെ അടുത്ത നാളിൽ മരണപ്പെട്ടു പോയ റംലമ്മയുടെ ഭർത്താവും നമുക്കൊക്കെ ഏറെ സുപരിചിതനുമായ അംസാജിയുടെ മരുമകൻ ഡോക്ടർ പി ടി കുഞ്ഞാലൻ. അബൂബക്കർ ഹാജി ബി കെ സൈനയുടെ ഭർത്താവ്. സൈദാലിക്കുട്ടി എല്ലാ മജ്‌ലിസിലും ജനസാന്നിധ്യമായി ഉണ്ടായിരുന്ന കാട്ടിപ്പറ്റി അമ്മായിയുടെ ഒരേ ഒരു മകനായ സൈദാലിക്കുട്ടി. മരണപ്പെട്ടു പോയ മറിയമ്മ അമ്മായിയുടെ ഒരേ ഒരു മകൻ സീസെഡ് കുഞ്ഞഹമ്മദ് എന്ന സീസെഡ്. മേലയിൽ ബി കെയും മൊയ്തുട്ടി സാഹിബിന്റെ ഭാര്യയും പള്ളത്ത് തേനു സാഹിബിന്റെ മകളുമായ ആമിനക്കുട്ടി എന്ന കുഞ്ഞിന്താത്ത. ആമിനക്കുട്ടി പറഞ്ഞാൽ ആരും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിന്താത്ത എന്ന് തെളിച്ചു പറഞ്ഞത്. കുഞ്ഞുണ്ണി സാഹിബിന്റെ മകൻ മൊയ്തുട്ടി സാഹിബിന്റെ മകൻ ബഷീറിന്റെ ഭാര്യ റസിയ ബീഗം കോയമ്പത്തൂര്. കുട്ടി അമ്മായിയുടെ മകൻ അഹമ്മദ് അഷ്റഫ് അറക്കൽ. എന്റെ ശ്രീമതി റുക്കിയ 15 മാസങ്ങൾക്ക് മുൻപ്. ഇത്രയും ആളുകൾ, ഏകദേശം 20ഓളം ആളുകളാണ് എന്ന് തോന്നുന്നു. ഞാൻ ആരെങ്കിലും വിട്ടുപോയോ എന്നതിന് എനിക്ക് കൃത്യമായ ഉറപ്പ് ഇപ്പോഴും ഇല്ല. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ ഉടപ്പുറപ്പിങ്ങൾ, സഹോദരങ്ങൾ, നമ്മുടെ ചോരകൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങളായ ഈ ഇത്രയും പേർക്കും അല്ലാത്തവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം ധന്യമാക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന ദുആയോട് കൂടിയാണ് നമ്മുടെ അനുശോചനം അവസാനിപ്പിക്കുന്നത്.